കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ വഴിക്ക് വരുമ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. തൊട്ട് മുൻപ് വരെ റബ്ബറായിരുന്നു. അവിടെ അതെല്ലാം വൃത്തിയാക്കി ഇപ്പോൾ അവിടെ വാഴ നട്ടിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, 500-ഓളം വാഴകൾ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. ഇതാണ് ഈ വഴിക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ കാഴ്ച. നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ വാഴകളും തമിഴ്നാട്ടിൽ നിന്നുള്ള നേന്ത്ര വാഴക്കുലകളല്ല. അതിൽ നമ്മുടെ നാട്ടിലെ കർഷകരും അവരുടെ വിയർപ്പും അധ്വാനവും എല്ലാമുണ്ട്. ഇവിടെ എൻ്റെ തൊട്ടടുത്ത് ഒരു 500-ഓളം വാഴകൾ സംരക്ഷിക്കുന്ന ഒരു തോട്ടത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ഒരല്പം പോലും മറ്റു പുല്ലോ മറ്റു ഉപദ്രവകാരികളായ സസ്യങ്ങളോ ഒന്നുമില്ലാതെ ഏറ്റവും വൃത്തിയായി, വേണമെങ്കിൽ ഇലയിട്ട് ഉണ്ണാവുന്ന രീതിയിൽ ഈ തോട്ടത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടുകാരനായ രവിച്ചേട്ടനാണ്. രവിച്ചേട്ടൻ്റെ രാവിലെ തുടങ്ങുന്ന അധ്വാനം വൈകുന്നേരം വരെ അദ്ദേഹം ഈ തോട്ടത്തിൽ തന്നെയാണ്. നമുക്ക് രവിച്ചേട്ടനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ മൊത്തം എത്ര വാഴയുണ്ട് ഇതിനകത്ത്? 540 വാഴയുണ്ട്. ഓക്കെ, ഇതിപ്പോ എത്ര ഇതിപ്പോ കൊലക്കാറായോ? കൊലക്കാൻ കണക്കിൽ ഇനി ഒരു 2 വളം കൂടി ഉണ്ട്. 2 വളം കൂടി ചെയ്യണം. എത്ര? 3 വളം കൂടി വേണ്ടി വരും. എന്നാ ഒരു 3 മാസം കൂടി. ഇത് ഓണത്തിന് കണക്കാക്കിയിട്ടാണോ ചെയ്തിരിക്കുന്നത്? കണക്കാക്കിയിട്ടാണ് വെച്ചേക്കണേ. പക്ഷേ നമ്മൂട്ടി വെച്ചു. ഇത് എത്ര, ഏത് വാഴ ഇത്? ഏതാ ഇനം? ഇത് സ്വർണ്ണമുഖിയാണ് ഞാൻ വെച്ചേക്കണത്. ഓക്കെ, ഇതിന്റെ കണ്ണൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? കറൂറ്റിന്ന്. ഓക്കെ, ഇത് ചേട്ടൻ തനിച്ചാണോ ഇത് മുഴുവൻ ചെയ്യണേ? തനിച്ചാണ് ചെയ്യുന്നത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് രവി. ചേട്ടൻ ശരിക്കും ഈ നാട്ടുകാരനാണോ? എൻ്റെ വീട് മൽക്കപ്പാറ. സ്വന്തം നാട് എൻ്റെ ഊര് തഞ്ചാവൂരാണ്. ഓക്കെ ഓക്കെ. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 32 കൊല്ലമായി. മക്കള് ഡോക്ടർ ഉണ്ടോ? ഇല്ല, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. രാവിലെ ചേട്ടൻ എപ്പോഴാണ് ഈ തോട്ടത്തിൽ എത്തണേ? ഞാൻ ഒരു ചില സമയം 5:30-ക്ക് എത്തും, ചില സമയം 5 മണിക്ക് എത്തും. വൈകിട്ട് എത്ര മണി വരെ ഇവിടെ ചേട്ടനുണ്ട്? 6-6:45 വരെ ഇങ്ങനെ നിൽക്കും. ചേട്ടൻ്റെ സ്വന്തം പണിയാണ്, ഈ കൈപ്പണിയാണ് ഈ സാധനം ഇതുപോലെ തന്നെ സൂക്ഷിക്കണം. പണി എത്തിയില്ലെങ്കിൽ വളരിൽ എങ്ങനെയാണ് ഒരാളെ എത്തും. ഇത് വേഗം തീർക്കണം വളരിൽ. ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ സ്വന്തം ചെയ്യും. ഒരു പുല്ല് പോലും മുളയ്ക്കാണ്ട് ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കണ ചേട്ടൻ ഒരു ദിവസത്തെ മുഴുവൻ പണികളാണ് അല്ലേ? ഓക്കെ ഓക്കെ. വളരുമ്പോൾ നമുക്ക് 2-3 ദിവസം കൊണ്ട് തീർക്കണേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരാളിനെ. അത് കൂടാതെ ഇപ്പോൾ നനയ്ക്കാനായിട്ട് ഇങ്ങനെ ഓസ് ഉപയോഗിച്ച് നനയ്ക്കണ ആ പണി കൊണ്ടുണ്ട് അല്ലേ? അപ്പോൾ ഓക്കെ ഏട്ടാ, താങ്ക് യു. എന്തായാലും നല്ല കൊലയും നല്ല വിലയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി. അപ്പോൾ സലാം രവിചേട്ടാ. ഞങ്ങളറിയുന്നു ഞങ്ങളുടെ ഓണക്കാലത്ത് ഞങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന പഴവും കായ ഉപ്പേരികളും എല്ലാം നിങ്ങളുടെയും കൂടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. താങ്ക് യു രവിചേട്ടാ.